ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. 24,460 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു 0.5% മാത്രം റിസ്ക് എടുക്കും. 500 രൂപീസിന്റെ ചോദ്യം ഇതാണ്. ഈ വരുന്ന ഞായറാഴ്ച നമ്മളുടെ ഒരു ഓഫ്ലൈൻ സെമിനാർ കൊച്ചിയിൽ ഹോസ്റ്റ് ആവുന്നുണ്ട്. നാളത്തെ നമ്മളുടെ ഹീറോസ് എനിക്ക് തോന്നുന്നത് ബാങ്കും ഫിൻനിഫ്റ്റിയുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെയ് മാസം ആദ്യം ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സൂപ്പർബ് ആയിരുന്നു. ഭയങ്കര മൊമെന്റ് ആയിരുന്നു. എവിടെ നോക്കിയാലും എൻട്രീസ് ആയിരുന്നു. നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി ഒരിക്കലും തെറ്റായത് കൊണ്ടല്ല നിങ്ങൾ ഇവിടെ ലോസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെമിനാർ നിങ്ങൾക്ക് കുറെ അധികം ബോണസും കിട്ടുന്നതായിരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുള്ള പ്രിയ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബുള്ളിഷ് ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ഇല്ല എന്നുള്ളത്. സോ നമ്മൾ ട്രേഡ് ഇല്ലാതെ നമ്മൾ നേരെ മാറി നിൽക്കുകയായിരുന്നു. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ വരച്ചത് എന്താണ്, ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിന് മുകളിൽ വരികയാണെങ്കിൽ എടുക്കുന്നുള്ളൂ എന്നുള്ളത്. ഇവിടെ നമ്മൾ വെക്കുമ്പോൾ എന്താ, നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്. ഈ ഒരു സെർട്ടൻ ലെവലിന്റെ മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. ഇത്രയും മാത്രമാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പറയുകയാണെങ്കിൽ ഒരു സ്ലൈഡ്ലി ബേറി സൈഡിലേക്ക് ഇത് കാണിക്കുന്നുണ്ട്. ബട്ട് ടോട്ടൽ ഓവറോൾ ട്രെൻഡ് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ബുള്ളി സൈഡിലേക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഴപ്പമില്ലാതെ ഇത് ഈ ഒരു സെർട്ടൻ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് നേരെ പോയിട്ടുണ്ട് താനും. അപ്പൊ നാളെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിന് മുകളിൽ വരികയാണെങ്കിലായിരിക്കും ഞാൻ ഒരു ബുള്ളി സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നത്. ബേറി സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 24,460 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു 0.5% മാത്രം റിസ്ക് എടുക്കും. 0.5%, 2% ഞാൻ മാക്സിമം റിസ്ക് എടുക്കുന്നത്. ബട്ട് ഈ ഒരു കേസ് ആയതുകൊണ്ട് 0.5% മാത്രം ഞാൻ റിസ്ക് എടുക്കുന്നതായിരിക്കും. ബട്ട് നമ്മളുടെ ബാങ്ക് ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ ഗ്യാപ്പിലായിരിക്കും മാർക്കറ്റ് ഫോം ആവുന്നത്. ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു റാലി കാണുകയും 55,700 വരെ അപ്രോക്സിമേറ്റ്ലി നിയർ അത് അവിടെ എത്താനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ബാങ്ക് കുഴപ്പമില്ല. ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫിന്നും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെർട്ടൻ ലെവലിൽ നിന്ന് നേരെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് നാളെ നോക്കാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ള നമ്മൾ 500 രൂപീസിന്റെ ചോദ്യം ഇതാണ്. IT സെക്ടേഴ്സിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്ക് ഏതാണ്? താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ നമ്മളുടെ അടുത്ത സ്റ്റോക്കിൽ അടുത്ത സ്ക്രിപ്റ്റ് സെൻസെക്സ് ആണ്. സെൻസെക്സ് ഈ ഒരു സെർട്ടൻ ലെവലിൽ സപ്പോർട്ടിൽ നിൽക്കുകയാണ്. നിഫ്റ്റി പോലെ തന്നെയാണ് സെൻസെക്സ് ആക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സെർട്ടൻ ലെവലിൽ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് നോക്കാം. നാളത്തെ നമ്മളുടെ ഹീറോസ് എനിക്ക് തോന്നുന്നത് ബാങ്കും ഫിൻനിഫ്റ്റിയുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒരു സ്ക്രിപ്റ്റ് കൂടെ നമ്മൾ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ സ്ക്രിപ്റ്റില്. HDFC ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാ, 745 ആയിരുന്നു. 755 ഇപ്പോഴും നിൽക്കുന്നത്. സോ നോ പ്രോബ്ലം. വേറെ ഏതായിരുന്നു, നമ്മൾ സൈമൺസ് ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് പെട്ടെന്ന് അടുത്തേക്ക് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. സൈമൺസ് നമ്മൾ ഇന്ന് ലീവ് ചെയ്ത് ട്രേഡ് എടുത്തു. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത നമുക്ക് ഇതിനോടൊപ്പം ഉണ്ടായിരുന്നത് ടാറ്റാ സ്റ്റീൽ ആയിരുന്നു. ടാറ്റാ സ്റ്റീൽ നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ലാതെ തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റോപ്പ് ലോസ് റേഞ്ചിലേക്ക് ഇത് എത്തിയിട്ടേ ഇല്ല. ഇപ്പം 161 നിൽക്കുന്നത്. സ്റ്റോപ്പ് ലോസ് അറൌണ്ട് 157, 58 നിൽക്കുന്നത്. സോ ടാറ്റാ സ്റ്റീൽ നമുക്ക് കുഴപ്പമില്ലാതെ റിസൾട്ട് തന്നു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അടുത്ത എക്സ്പയറി, ഈ മന്ത് അല്ല, അടുത്ത മന്തിലെ എക്സ്പയറി ആണ് നമുക്കുള്ളത്. അദാനി പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു റേഞ്ചിൽ ഇത് ഇങ്ങനെ സ്വിങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇങ്ങനെ തന്നിട്ട് ലൈക്ക് ജസ്റ്റ് വിക്ക് മാത്രമായിട്ട് താഴെ വന്നു. സോ നാളെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു മൊമെന്റം കാണാൻ പ്രോബബിലിറ്റി ഉണ്ട് അദാനി പോർട്ടില്. ഏതൊരു ട്രേഡ് എടുക്കുന്നു, ഇപ്പൊ നമുക്കറിയാം ഈ ഒരു മെയ് മാസം ആദ്യം ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സൂപ്പർബ് ആയിരുന്നു. ഭയങ്കര മൊമെന്റ് ആയിരുന്നു. എവിടെ നോക്കിയാലും എൻട്രീസ് ആയിരുന്നു അല്ലേ. പക്ഷെ ഇപ്പൊ നോക്കിയാൽ നമുക്ക് ഒരു നോൺ ട്രേഡിംഗ് സോണിലാണ് കറന്റ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. കൺസോളിഡേറ്റ് ഇത് എന്റെ വ്യൂ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ ചിലവർ ബോട്ടം ഫിഷിംഗ് ആയിരിക്കും ചെയ്യുന്നത്, അവർക്ക് ഇപ്പൊ സ്ട്രാറ്റജീസ് കാണും. ചിലർ ഓപ്ഷൻ സെല്ലിംഗ് ആയിരിക്കും ചെയ്യുന്നത്, വലിയ മൊമെന്റം ഇല്ലാത്ത രീതിയിൽ അവർക്ക് ഇപ്പൊ മെത്തേഡ് കാണും. ഇപ്പൊ മൊമെന്റം ട്രേഡ് ചെയ്യുന്നവർക്ക് തന്നെ ചില മൈറ്റ് ബി അവർ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം വേറെ ആയിരിക്കാം. ആ ടൈം ഫ്രെയിമിൽ അവർക്ക് ഇപ്പോൾ നല്ല എൻട്രീസ് ഉണ്ടായിരിക്കാം. സോ ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജീസും ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി ഒരിക്കലും തെറ്റായത് കൊണ്ടല്ല നിങ്ങൾ ഇവിടെ ലോസ് ജനറേറ്റ് ചെയ്യുന്നത്. മൈറ്റ് ബി ഡിസിഷൻ മേക്കിംഗ് കാരണമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ വെറും സിമ്പിൾ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടിലെ ബ്രേക്ക് ഡൗൺ, ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയി അത് ബ്രേക്ക് ഔട്ട് ചെയ്ത ബുള്ളിഷ് ആണ്. ഡെഫിനറ്റ്ലി ആ സ്ട്രാറ്റജി വർക്ക്ഔട്ട്
ആകും. എവിടെയാണ് നല്ല മൊമെന്റം ഉള്ള സ്ട്രോങ് അപ് ട്രെൻഡിൽ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് വർക്ക്ഔട്ട് ആകും. നല്ല പോസിറ്റീവ് കോറിലേഷൻ നിൽക്കുന്നു ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റുമായിട്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ആ സ്പെസിഫിക് സെക്ടേഴ്സുമായിട്ട് ചില സ്റ്റോക്സുകൾ വർക്ക്ഔട്ട് ആയാൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ സ്ട്രോങ് ആക്കുക, അതിനുവേണ്ടി നമ്മൾ ഇൻപുട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം. അതിന് നമുക്ക് വേറൊരു കാര്യം കൂടെ, ഈ വരുന്ന ഞായറാഴ്ച നമ്മളുടെ ഒരു ഓഫ്ലൈൻ സെമിനാർ കൊച്ചിയിൽ ഹോസ്റ്റ് ആവുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഞാൻ ഉണ്ടായിരിക്കും, നിഖിൽ സാർ ഉണ്ടായിരിക്കും, നിഖിൽ കാരത്ത് ഉണ്ടായിരിക്കും, മിർസാദ് ഉണ്ടായിരിക്കും, സിയാദ് ഇല്ലിക്കൽ ഉണ്ടായിരിക്കും. കുറെ അധികം കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തോളുക. രജിസ്ട്രേഷൻ ക്ലോസ് ആകാറായിട്ടുണ്ട്. വെറും 1000 രൂപ മാത്രമാണ്. ജിഞ്ചർ ഹോട്ടൽ കൊച്ചിയില് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എല്ലാം ഫുഡ്, ടീ, സ്നാക്സ് ഇതെല്ലാം ഇങ്ങോട്ടാണ്. അതിനേക്കാളും കൂടുതൽ അറിവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം. ഡോണ്ട് മിസ് ദിസ് സെമിനാർ. നിങ്ങൾക്ക് കുറെ അധികം ബോണസും കിട്ടുന്നതായിരിക്കും. ഓർത്തു വെച്ചോ, കുറെ അധികം ബോണസും കിട്ടുന്നതായിരിക്കും. See you there.